അടുത്തതായി ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിനായി പ്രഗത്ഭനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് മദനി, വേദിയിലുള്ള ബഹുമാന്യനായ കേരളത്തിൻ്റെ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിബ്, KV അബ്ദുൽ ലത്തീഫ് മൗലവി, പ്രിയങ്കരനായ അബ്ദുൽ മദനി സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, 3 പതിറ്റാണ്ട് കാലത്തോളം വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ 30ാം വാർഷിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് ഈ പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് എന്ന് ഈ സ്ഥാപനത്തിൻ്റെ രേഖാചിത്രം കാണുന്ന ഒരാൾക്ക് ബോധ്യമാകും. ഇസ്ലാമിക സമൂഹം ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ ശ്രദ്ധയൂന്നിക്കൊണ്ടായിരിക്കണം പ്രബോധന രംഗത്ത് നിലയുറപ്പിക്കേണ്ടത് എന്ന് ഈ സലഫി യൂണിവേഴ്സിറ്റി തന്നെ ഒരു സാക്ഷ്യപത്രമാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന പ്രബോധന രംഗത്തെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെയാണ് ഈ ആദർശ സമ്മേളനത്തിൽ ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് പൂർണ്ണമാവുകയാണ്. അത് ഷഹാദത്ത്, ഇബാദത്ത്, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. കാരണം അങ്ങനെ ഒരു ചിട്ടയാർന്ന രീതിയിലൂടെയാണ് അതിനെ ക്രമപ്പെടുത്തേണ്ടത്. ദഅവത്തിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കേണ്ട വളരെ വലിയ ദൗത്യമാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഈ കർത്തവ്യം വളരെ ശാസ്ത്രീയമായി ഭംഗിയായി നിർവഹിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞുപോയ തലമുറയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആവിർഭാവം തന്നെ നമുക്കറിയാം. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദഅവത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെയാണ് പ്രബോധകന്മാർ എത്തിച്ചേരുകയും ആ പ്രബോധനത്തിൻ്റെ മാർഗത്തിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും സ്വാഭാവികമായും പരിമിതമായ വിജ്ഞാനം നമുക്ക് നൽകി ഒരു വലിയ വിപ്ലവകരമായ തുടക്കം കുറിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹത്തിനിടയിൽ ഉയർന്നു വന്ന ഒരുപാട് പരിഷ്കരണ ശ്രമങ്ങളുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെയും അതുപോലെ തന്നെ സനാഉള്ള മഖ്ദി തങ്ങളുടെയും ഒക്കെ സേവനങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ല. അവിടെ മഖ്ദി തങ്ങളുടെ സേവനങ്ങളെ പഠിക്കുന്ന ഒരാൾക്ക് ബോധ്യമാകുന്നത് കൃത്യമായ ഒരു പരിഷ്കരണത്തിൻ്റെ തുടക്കം അവിടെ ആരംഭിക്കുകയായിരുന്നു. കാരണം എന്തായിരിക്കണം പ്രബോധനത്തിൻ്റെ രീതി എന്ന് ക്രിസ്ത്യൻ മിഷണറിമാരെ ബോധ്യപ്പെടുത്തുന്നതാണ് അവിടെ കാണുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരോട് അദ്ദേഹം പറയുന്നത് ഹൈന്ദവ സമുദായത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ നിങ്ങൾ വിമർശിക്കുന്ന രീതി പോലും സൂക്ഷിച്ചു വേണം. ഇസ്ലാമിലൊരു പ്രബോധന ശൈലിയുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ മറ്റൊരു മതസ്ഥനോട് പറയുന്ന ആ രീതി,
അവിടെ പ്രബോധനത്തിൽ എടുക്കേണ്ട മാർഗങ്ങളെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വരെ മടി കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം നടക്കുന്ന പരിഷ്കരണ ശ്രമങ്ങളൊക്കെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്നത് പിന്നീട് അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപാട് പരിണാമങ്ങളാണ് കേരളത്തിൻ്റെ ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് വലിയ തുടക്കമുണ്ടാകാൻ പ്രേരകമാകുന്നത്. നമുക്കറിയാം, ബഹുമാന്യനായ KM മൗലവി സാഹിബിൻ്റെ കാലഘട്ടവും നേരത്തെ ഇവിടെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ KM സീതി സാഹിബിൻ്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും ഒക്കെ കാലഘട്ടം. സത്യത്തിൽ അവരൊക്കെ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം ഒരു ജനതയെ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയാണ് അവരെ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ അവർ ഏറ്റെടുക്കണം. ഒന്ന്, മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കണം. അതോടൊപ്പം തന്നെ സ്വന്തം സമുദായത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരായുള്ള പോരാട്ടം നടത്താൻ കൂടി പര്യാപ്തമാകണം. ആ വലിയ ദൗത്യം അവർ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായ വിമർശനങ്ങളുണ്ടായി. പക്ഷെ അന്നത്തെ വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും ഒക്കെ അതിജയിച്ചുകൊണ്ട് അന്ന് നടത്തിയ ആ പോരാട്ടത്തിൻ്റെ ഗുണഫലം ഇന്ന് അനുഭവിക്കുകയാണ്. സത്യത്തിൽ കഴിഞ്ഞുപോയ ആ തലമുറ വിതച്ചത് നാം കൊയ്തെടുക്കുകയാണ്. ആ കൊയ്തെടുക്കുമ്പോൾ തന്നെ ആ കൊയ്തെടുക്കുന്നവർ ഭാവിയിലേക്ക് വിതക്കുന്നില്ല എന്നതൊരു സത്യമാണ്. ഭാവിയിലേക്ക് വിതക്കേണ്ടവർ ആ ചുമതല കൃത്യമായി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള പുനഃപരിശോധന നടത്താൻ ഇതുപോലെയുള്ള ചർച്ചകൾ നമുക്ക് പര്യാപ്തമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ നമുക്കറിയാം പ്രബോധനത്തിൻ്റെ ഒരു ശൈലിയുണ്ട് നമുക്ക്. ആ ശൈലി അള്ളാഹുവിൻ്റെ ഏകത്വം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് യാത്ര മധ്യേ തീവണ്ടിയിൽ വെച്ച് പാറ്റ്നയിലെ പ്രഗത്ഭനായ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സഞ്ജയ് പസ്വാനുമായി സംസാരിച്ചു. അദ്ദേഹം അങ്ങനെ സംസാരിച്ച് വരുന്നതിനിടയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായ ഈ വളർച്ചയുടെ കാരണങ്ങൾ അന്വേഷിച്ചെത്തി എന്തുകൊണ്ടവിടെ മറ്റ് സ്ഥലങ്ങളെപ്പോലെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റ് മതസ്ഥരോട് ഞങ്ങൾ എടുക്കുന്ന സമീപനമായിരുന്നു അത്. കാരണം ഞങ്ങൾക്ക് 1,25,000 പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുകയും ആ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ബാക്കിയുള്ള പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുകയും മറ്റുള്ളവരിൽ കഴിഞ്ഞു പോയവരിൽ വിശ്വസിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ മതം മറ്റ് മതസ്ഥരോടെടുക്കുന്ന സൗഹാർദ്ദപരമായ സമീപനം കേരളത്തിൽ കൃത്യതയോടെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പ്രബോധന ശൈലി നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചില്ല? അദ്ദേഹം അത് ചോദിച്ചത്, ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ അന്ന് എടുത്ത മുസ്ലിം സമുദായത്തിലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ആ പങ്ക് ഇവിടെ നിർവഹിക്കപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിർവഹിക്കപ്പെടാതെ പോയത് നല്ല ബോധമുള്ള പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടല്ല. ഉത്തരേന്ത്യയുടെ ആ കാലഘട്ടത്തിലെ ഷാ വലിയുള്ള ദഹ്ലവിയെ പോലെയുള്ള ലോകം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വലിയ ഹദീസ് പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ കടന്നുപോയി. പക്ഷേ അവർക്ക് ശേഷം ആ ഒരു വഴി കടന്നു പോകാൻ ആരും തയ്യാറായില്ല. ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ഇസ്ലാമിക പ്രബോധന രംഗത്ത് വന്നു എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ഇസ്ലാമിക പ്രബോധന രംഗത്ത് വരികയും മുസ്ലിങ്ങളെ ആകർഷിക്കുകയും ചെയ്തത് എങ്ങനെയാണ് എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയല്ല, അവിടെ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റുകയാണ് പിന്നീടുണ്ടായത്. അവിടെയാണ് പാളിച്ച പറ്റിയത്. മൊയ്നുദ്ദീൻ ചിസ്തി ഉപയോഗിച്ച ശൈലി എന്തായിരുന്നു? ഇസ്ലാമിന്റെ മാർഗം എന്തായിരുന്നു? ആ മാർഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് ഏറ്റെടുക്കുകയല്ല ഉണ്ടായത്. ഉത്തരേന്ത്യയുടെ ആ കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ അതറിയാം, പിന്നീട് ഒരു തുടർച്ചയുണ്ടായില്ല. കേരളം അങ്ങനെയല്ല, കേരളം ആ തുടർച്ചയുണ്ടായി.
ആ തുടർച്ച കൃത്യതയോടെ ലവലേശം അതിനകത്ത് മറ്റൊരു കലർപ്പുമില്ലാതെ ഒരു സമൂഹത്തിനിടയിൽ എന്ത് പ്രതിസന്ധികളിലും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമായി ഇവർ മാറി. ആ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പോലും ഇന്നും നമുക്കറിയാം. ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങളൊക്കെ. ഇന്ന് എല്ലാവർക്കും അറിയാം, അവർക്ക് ഖുർആനെ കുറിച്ചുള്ള വിജ്ഞാനം പരിമിതമാണ്. ഒരു ഫാത്തിഹ നന്നായി ഓതാൻ അറിയുമെങ്കിൽ മൗലാന എന്ന് പേരിട്ടിരിക്കുന്നവരേറെയാണ്. അങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സാഹചര്യം നമുക്കും ഉണ്ടായിരുന്നു. കേരളത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നിശ്ചിതമായ സൂറത്തുകൾ പാരായണം ചെയ്യാൻ പഠിച്ചാൽ മതി എന്ന് ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ പാരായണം ചെയ്യപ്പെടേണ്ടത് പ്രത്യേകമായ ചില കാലഘട്ടങ്ങളിലും ചില സമയങ്ങളിലുമാണ് എന്ന് നിഷ്കർഷിച്ചിരുന്നു. എപ്പോഴും തുറക്കപ്പെടേണ്ടതല്ല എന്നതുകൊണ്ട് കൃത്യമായി അടച്ചുപൂട്ടിയ ഒരു കവറിലായിരിക്കണം ഖുർആൻ സൂക്ഷിക്കേണ്ടത് എന്ന് ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. അവർ നിശ്ചിതമായ ചില സൂറത്തുകൾ പഠിച്ചാൽ ഖുർആൻ പൂർണ്ണമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ നിന്നൊരു മാറ്റങ്ങളുണ്ടായി. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയണം. അത് കഴിയാത്തിടത്തോളം എന്താണ് ഖുർആൻ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് എങ്ങനെ കഴിയും? ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ അത് സാധ്യമാണോ എന്നുള്ള ചോദ്യം ഉയർന്നു. പക്ഷെ ആ ചോദ്യം ഉയർന്നപ്പോഴും ആ വെല്ലുവിളി അതിജയിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല ദഅവത്തിന്റെ ഭാഗമാണ് എന്ന് അന്നത്തെ ആ തലമുറ ശക്തമായി നിഷ്കർഷിച്ചതുകൊണ്ട് അന്ന് എതിർത്തവരും വിമർശിച്ചവരും ഇന്ന് അതിനേക്കാൾ നല്ല പരിഭാഷകന്മാരായി മാറുന്ന മനോഹരമായ കാഴ്ച കേരളത്തിലുണ്ടായി. ആ മാറ്റത്തിന് വഴിയൊരുക്കി. ആ മാറ്റത്തിന് ഒരു ചരിത്രത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. അവരതിന് അവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ഇത് ചെയ്യാം. ഒരു പെൺകുട്ടിയുടെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു മുസ്ലിമിന്റെ ചിഹ്നമാണ്. ആ നമസ്കാരം നിർവഹിക്കപ്പെടുന്നിടത്ത് പുരുഷനോ സ്ത്രീയോ എന്ന യാതൊരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ആൺകുട്ടി പള്ളിയിൽ കയറി നമസ്കരിക്കുമ്പോൾ പുരുഷൻ നമസ്കരിക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് പള്ളി നിഷേധിക്കപ്പെടുകയും ആ പെൺകുട്ടി പുറത്ത് വാഹനത്തിലിരിക്കുകയും ചെയ്തിരുന്ന, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ ഇരുന്നിരുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സംജാതമായിരുന്നുവെങ്കിൽ ഇന്ന് ഏതൊരു മസ്ജിദിലും ഏത് വിഭാഗത്തിന്റെ മസ്ജിദിലും സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന രീതിയിൽ അത് വേർപ്പെടുത്തി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞുപോയ നമ്മുടെ നേതാക്കന്മാരുടെ ആദർശപരമായ പോരാട്ടത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു മാറ്റമായിരുന്നു. പെൺകുട്ടിക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടേണ്ടതല്ല, നിഷേധിക്കപ്പെടേണ്ടതല്ല മസ്ജിദുകൾ എന്നുള്ള അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ സ്ഥലമുണ്ട്, അതില്ലാത്ത മസ്ജിദുകളില്ല. ഈ മാറ്റം മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ കാലാനുസൃതമായി വന്നിട്ടുള്ള ഒരു സമസ്യയാണെങ്കിൽ, ഒരു മാറ്റമാണെങ്കിൽ, ആ മാറ്റം കേരളത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ച മേഖലകളിൽ മാത്രം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അവിടെയാണ് വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു എന്ന് മനസ്സിലാവുക. ആ ഒരു പോരാട്ടത്തിന്റെ വീതിയിൽ ഒരു സമൂഹത്തെ എത്തിച്ചു, മാറ്റങ്ങളിലേക്ക് അവരെത്തിച്ചു. ഇസ്ലാം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി, തങ്ങളുടെ കടമ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. മദീന നമുക്ക് പഠിപ്പിച്ച പാഠം എന്താണെന്നൊരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ആ മദീനയുടെ പാഠം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലത്ത് ആദർശപരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവരതിനെ കാണിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കറിയാം, പൊതുപ്രവർത്തന രംഗത്ത് കെ എം മൗലവി സാഹിബ് ആകട്ടെ, കെ എം മൗലവി സാഹിബിൽ നിന്ന് പഠിച്ചവരാകട്ടെ, അവരൊന്നും വ്യത്യസ്തമായിരുന്നില്ല.
പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലുള്ള പൊതുപ്രവർത്തനമാകട്ടെ, ആ പ്രവർത്തനം നടത്തുക എന്ന സതുദ്ദേശപരമായ ലക്ഷ്യത്തോടു കൂടി വീട്ടിൽ നിന്നിറങ്ങുന്നവൻ മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ് ഇരുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച പ്രവാചക വചനത്തിന്റെ ശക്തി അവർ ബോധ്യപ്പെടുത്തി. കാരണം ആ പൊതുപ്രവർത്തനത്തിന് ഇത്തികാഫിന്റെ പുണ്യമുണ്ടാകുന്ന പൊതുപ്രവർത്തനം ഉണ്ടാകണം. ആ പൊതുപ്രവർത്തനത്തിന് നന്മ കേരളീയ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു KMC ദേശായി. ആ നന്മ പഠിപ്പിച്ചു കൊടുത്തു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആ നന്മ പഠിപ്പിച്ചു കൊടുത്തു MK ഹാജി സാഹിബ്. അതുകൊണ്ടാണ് അവരൊക്കെ വേറിട്ട് തന്നത്. അവരുടെ ഏത് പ്രവർത്തനങ്ങളിലും ആ നന്മയുടെ പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ സവിശേഷത. അപ്പൊ കേരളീയ സമൂഹത്തിന് ഏത് മേഖലയിലും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു സമൂഹത്തെ ചിട്ടപ്പെടുത്തുക. ആ സമൂഹത്തിന് നിങ്ങൾക്കറിയാം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു സമൂഹത്തെ മാറ്റേണ്ടത് എവിടെയാണ്? ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം സാധ്യമാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിൽ പോലും, ഞാൻ ഓർക്കുന്നു ഒരിക്കൽ പട്ടിക്കാട് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു CH മുഹമ്മദ് കോയ സാഹിബ് ചെയ്ത ഒരു പ്രസംഗം വളരെ വിവാദപരമായി, പണ്ഡിതന്മാർ ഗർദം ചുമക്കുന്ന കഴുതകളാകരുത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചത് ആ കാലഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു. പണ്ഡിതന്മാർ അങ്ങനെ വിളിക്കാമോ? CH പറഞ്ഞു, ഞാൻ പരിശുദ്ധമായ ഖുർആന്റെ വചനങ്ങളാണ് എടുക്കുന്നത്. പണ്ഡിതന്മാർ ഈ ഗ്രന്ഥങ്ങൾ ചുമന്ന് നടന്നു പോകേണ്ടവരല്ല. അവർ സമൂഹത്തിനിടയിൽ ആ വെളിച്ചമെത്തിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവരെങ്ങനെ ബാധ്യസ്ഥരാകണം? ആ ബാധ്യത നിർവഹിക്കപ്പെടണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം. പെൺകുട്ടികൾ പഠിക്കണം, വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണം. എതിർപ്പുകൾ ഉണ്ടായി. ഇന്ന് അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്താൻ സാധിച്ചത് ആ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ചെയ്ത വളരെ വലിയ കഠിനാധ്വാനത്തിന്റെ ഭാഗം തന്നെയാണ്. അവർ വലിയ കഠിനാധ്വാനം ചെയ്തു. എന്തായിരിക്കണം ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ ദൗത്യം? മതവിദ്യാഭ്യാസം കൊണ്ട് മാത്രമാകാമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സനാഉല്ലാ മക്തി തങ്ങൾ പറഞ്ഞു, മലയാള ഭാഷ നിങ്ങൾ പഠിക്കണം, ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം. നല്ല മലയാള ഭാഷ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിനിടയിൽ പ്രബോധനം നടത്തുക? പ്രബോധനം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാഷ വേണം, നല്ല മലയാളം അറിയണം, നല്ല ഭാഷ അറിയണം. നല്ല ഭാഷ അറിയാത്തവർ എങ്ങനെ പ്രബോധനം നടത്താനാകും? ഒരു പ്രബോധകൻ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്നവനാകണം, അവർ വിജ്ഞാനമുള്ളവനാകണം. ആ പ്രബോധകൻ ആ രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരുന്നു. ആ ബാധ്യത നിർവഹിക്കപ്പെട്ടപ്പോഴാണ് KM മൗലവി സാഹിബിനെ പോലുള്ളവർക്ക് അന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ആദ്യത്തെ തുടക്കമിട്ടുകൊണ്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കാൻ സാധിച്ചത്. നേരത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു ആ വിഷയം. സത്യത്തിൽ മലബാറിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിത്തറവാകുന്നത് ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരാണ്. അബു സബാഹ് മൗലവിയെ പോലെയുള്ള നേതാക്കന്മാർ. അവരാ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് വലിയ ലക്ഷ്യബോധമുണ്ടായിരുന്നു. ആ ലക്ഷ്യബോധം ധാർമ്മികതയെ തകർക്കുന്നതായിരുന്നില്ല. പലരും പറഞ്ഞു അല്ല, ആഫ്സാരി ധരിച്ച് അതുപോലെ തന്നെ ഹാഫ് കൈ ഷർട്ടിട്ട് തന്റെ മുമ്പിൽ വന്ന കുട്ടികളെ നോക്കി അന്ന് CH മുഹമ്മദ് കോയ സാഹിബ് പ്രസംഗിച്ച വാചകങ്ങൾ ഇന്നും ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ യുവത്വകാലം. അദ്ദേഹം പറഞ്ഞു, ഈ ഇരിക്കുന്ന നേതാക്കന്മാർ, ഈ പണ്ഡിതന്മാർ നിങ്ങളെ വിദ്യാഭ്യാസപരമായി വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങളെ കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാർക്ക് ബ്ലൗസിന്റെ തുണിയെടുക്കുമ്പോൾ തുണിക്കാതായം കിട്ടാനല്ല. ഈ സമൂഹത്തിനിടയിൽ ഒരു വലിയ ചരിത്രപരമായ ദൗത്യം നിങ്ങൾക്ക് ഏറ്റെടുക്കാനുണ്ട്. അത് നിങ്ങളുടെ പ്രബോധനമാണ്. ആ പ്രബോധനത്തിന്റെ രീതിയാണ്. നിങ്ങൾ മാതൃകകളായി മുന്നോട്ട് വരണം. ആ മാതൃകകളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മാപ്പിള എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ മലബാറിലുണ്ടായിരുന്നു. മാപ്പിളമാർക്ക് വേണ്ടിയുള്ള ഒരു സംസ്കാരം. ആ മാപ്പിള സംസ്കാരത്തിന്റെ ഒരുപാട് തുടക്കങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ മാപ്പിള സംസ്കാരം എന്ന പേരിൽ നമ്മിലേക്ക് സന്നിവേശിച്ച
ചില സംസ്കാരങ്ങളെ സ്വയം ഒരു സമൂഹം വെടിയുന്നിടത്തേക്ക് എത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളെ നോക്കി അറബിക് കോളേജ് വിട്ടതാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്ന് ഒരു സാഹിത്യകാരൻ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. അറബിക് കോളേജ് വിട്ടിറങ്ങുകയാണോ എന്ന് തോന്നുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിക വേഷവിധാനത്തോടു കൂടി പുറത്തു വരുന്നു. ആ ഇസ്ലാമിക വേഷവിധാനം ധരിക്കുന്നതിന് വേണ്ടി ആ വേഷത്തോടു കൂടി കോളേജിൽ പോകാൻ, ആ വേഷത്തോടു കൂടി ഏത് യൂണിവേഴ്സിറ്റിയിലും പോകാൻ നമ്മുടെ സ്ത്രീകൾക്ക് മടിയില്ലാത്ത ഒരന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ആ ഒരു മുന്നേറ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാര്? അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സത്യത്തിൽ നമ്മളെ കപടന്മാരാക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ലോക നോബൽ സമ്മാനം നേടുന്ന മദർ തെരേസ തന്റെ വേഷവിധാനം മുഴുവൻ ഒരു മുസ്ലിം വനിതക്ക് ഏതൊരു വേഷവിധാനമുള്ളതാണോ ആ വേഷവിധാനം ധരിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകർക്കുള്ള നോബൽ സമ്മാനം ഏറ്റുവാങ്ങുകയും ആ നോബൽ സമ്മാനം ഏറ്റുവാങ്ങുന്ന വേദിയിൽ അവർ അഭിനന്ദിക്കുകയും ചെയ്ത് പുറത്തു വന്ന് അതേ വേഷവിധാനം ഒരു മുസ്ലിം പെൺകുട്ടി ധരിച്ചാൽ അത് കറുപ്പാണ് എന്നതിന്റെ പേരിൽ അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി സമൂഹത്തിലുണ്ടായിരുന്നു. അതിനെ മാറ്റി എഴുതി. ആ വേഷവിധാനം ആർക്കുമാകാം, ഒരു മുസ്ലിമിന് ആ വേഷവിധാനമാകാം എന്നിടത്തേക്ക് മാറി. ആ മാറ്റങ്ങളിലേക്ക് ഒരു സമൂഹത്തെ എത്തിക്കുക എന്ന ദൗത്യം, ആ ദൗത്യം കേരളത്തിൽ നിർവഹിക്കപ്പെട്ടു. ഇന്ന് നിങ്ങൾക്കറിയാം, അള്ളാഹുവിലുള്ള ഏകത്വം എന്ന് പറയുന്നത് സമൂഹത്തിനിടയിൽ വളരെ എളുപ്പം നമുക്ക് പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ലോകക്രമം മാറുകയാണ്. ലോകത്തുണ്ടാകുന്ന വിവിധ ശാസ്ത്രീയ നേട്ടങ്ങളും വിവിധ ഗുണപരമായ മാറ്റങ്ങളും ആ മാറ്റങ്ങളൊക്കെ ഇസ്ലാമിന് അനുഗുണമാകുന്നു. ഇന്ത്യ ലോകത്തിനു മുമ്പിൽ നെഞ്ഞുയർത്തി നിൽക്കുകയാണ്. മംഗൾയാൻ ഞങ്ങൾക്ക് അയച്ചു, ചൊവ്വയെ കീഴടക്കി, ചൊവ്വയിൽ വെള്ളമുണ്ട്, ജീവനുണ്ടാകും. മുസ്ലിങ്ങൾ അത് വളരെ വിനയത്തോടു കൂടി കാണുന്നു. ഉണ്ട്, ശരിയാണ്, വെള്ളമുണ്ടെങ്കിൽ ജീവനുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചത് ആരാണ്? അവ ഖുർആനെ സജീവമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. മറ്റുള്ളവർക്കിടയിലേക്ക് പ്രബോധനത്തിന്റെ രീതി നമുക്കറിയാം. ലോകത്ത് ഇന്ന് ടെക്നോളജിയുടെ മാറ്റമാണ്. ഇന്ന് ഒരുപാട് ടെക്നോളജി മാറുകയാണ്. ടെക്നോളജിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ടെക്നോളജിയുടെ വളർച്ച ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ടെക്നോളജിയും കടന്ന് നാനോ ടെക്നോളജിയിൽ എത്തി നിൽക്കുകയാണ്. നാനോ ടെക്നോളജിയിൽ ഈ പ്രസംഗം എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് നടത്താം. ഇതേ ഡേസിന് മുമ്പിൽ വന്ന് ഞാൻ പ്രസംഗിക്കും, സ്ക്രീനിലല്ല, പക്ഷേ തപ്പി നോക്കിയാൽ എന്നെ കാണില്ല. അതാണ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മാർഗം. നാനോ ടെക്നോളജി അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. ലോകത്തിന്റെ വളർച്ചയാണ്, വികാസമാണ്. ആ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ അവിടെയും നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ രീതി നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കണം. ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനുപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധാനത്തിലേക്ക് എത്തണം. അതിന് പുതിയ തലമുറയുണ്ടാകണം. ഞാനിന്ന് നിങ്ങളുടെ എക്സിബിഷൻ കണ്ടു. ഇവിടെ ആ എക്സിബിഷൻ സ്റ്റാളിലൂടെ കടന്നുപോയപ്പോൾ മദ്രസായി പറഞ്ഞു നിർബന്ധമായും പോയി കാണണം. ഞാൻ കണ്ടു. എന്നെ ഏറെ ആകർഷിച്ചത് ആ എക്സിബിഷനിൽ എന്ത് പ്രദർശിപ്പിക്കുന്നു എന്നല്ല, ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്താണെന്ന് വിശദീകരിച്ചു തരുന്ന ആ കുട്ടികളുടെ ഔത്സുക്യമാണ്. അവരതിൽ കാണിക്കുന്ന താല്പര്യമാണ്. അവർ എത്രമാത്രം ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അത് സമർപ്പിക്കുന്നത് എന്നാണ്. അവര് അതിൻ്റെ നന്മകളെ നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ബോധ്യപ്പെടുത്തുന്നത് ശാസ്ത്രീയമായി ലോകം കൈവരിക്കുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ നമുക്കന്യമല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിധാനത്തിലേക്ക് അത് മാറുകയാണ്. അത് അഭിനന്ദിക്കാതിരിക്കാനാവില്ല. അപ്പൊ ഇനി ദൈവത്തിന്റെ രീതി മാറേണ്ടതുണ്ട്. ടെക്നോളജി മാറുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ എളുപ്പത്തിൽ ഒരു ആൻഡ്രോയിഡ് ഫോണോ ഒരു കമ്പ്യൂട്ടറോ നിങ്ങളുടെ 5 വയസ്സുകാരൻ്റെ കൈവിരലുകൾക്ക് പാകപ്പെടുന്ന കാലഘട്ടമാണിത്. അവിടെ ആ രീതിയിൽ നമുക്ക് ശൈലികൾ എടുക്കേണ്ടി വരും. അവ ഏറ്റവും നല്ല ടെക്നോളജിയും നല്ല കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തുകയും
അതിൻ്റെ നന്മ തിന്മകളെ കൂടി അവരെ ബോധ്യപ്പെടുത്തി ഒരു സമൂഹത്തിനിടയിൽ ദഅവത്തിന്റെ വഴി തേടാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ നാളെ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ലക്ഷ്യവും, ആ ലക്ഷ്യത്തിൽ വലിയൊരു പങ്കുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നോട് അത്ഭുതകരമായി ഒരു അമുസ്ലിം സഹോദരൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. നമ്മുടെ ഈ കമ്മിറ്റിയിൽ അംഗമായ PB മുഹമ്മദ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ കശ്മീരിൽ വലിയ പ്രളയമുണ്ടാകുന്ന സ്ഥലത്ത് പെട്ട സന്ദർഭം, വീട്ടിൽ നിന്ന് വലിയ പ്രയാസത്തോടു കൂടി മകൻ അവിടെയാണ്, നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയോ എന്ന് ഭാര്യ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞൊരു മറുപടി, കശ്മീരിലും പുളിക്കലും നോക്കാനുള്ളത് ഒരു അള്ളേനെയാണ്, ഇവിടെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിക്കുന്ന അത്ര. ഇത് ഭാര്യയോട് പറയുന്നത് കേട്ട് അത്ഭുതത്തോടു കൂടി നിന്ന ഒരു ഹൈന്ദവ സഹോദരൻ എന്നോട് ആ കാര്യം പറഞ്ഞു. അദ്ദേഹം അത് നിസ്സാരമായിട്ടാണ് കണ്ടത്. ഞാൻ പറഞ്ഞു, നിസ്സാരമായിട്ടല്ല കണ്ടത്, അദ്ദേഹം ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. പുളിക്കൽ ഞങ്ങളെ രക്ഷിക്കാനുള്ള അള്ളാഹു തന്നെയാണ് കശ്മീരിലും ഞങ്ങളെ രക്ഷിക്കാനുള്ളത് എന്ന് ഞങ്ങളുടെ വിശ്വാസം അതാണ്. ആ അള്ളാഹു ഞങ്ങളെ രക്ഷിക്കും. ആ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ കഴിവ്. അവിടെ നമുക്ക് എല്ലാം പ്രാപ്യമാണെന്ന് തോന്നും. അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്കെല്ലാം പ്രാപ്യമാണെന്നൊരവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുക. ആ മാറ്റത്തിന് ഒരു സമൂഹത്തെ പ്രാപ്തമാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു നാളെ നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഓരോ പുതിയ പുതിയ കണ്ടെത്തലുകളൊക്കെ നടക്കുകയാണ്. ഏത് കണ്ടെത്തലുകളായാലും അന്തിമമായി നമുക്കൊന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മതം പൂർണ്ണമാണ്, അതിൽ കൂട്ടിച്ചേർക്കാനില്ല, എടുത്തു മാറ്റേണ്ടതില്ല. അങ്ങനെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അത് നരകത്തിൻ്റെ അവകാശമാണ്. ആ നരകത്തിൻ്റെ അവകാശമാകണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും നാളെ ആ നരകത്തിൻ്റെ അവകാശമല്ല നമുക്ക് വേണ്ടത്, സ്വർഗത്തിൻ്റെ അവകാശമാണ് എന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്. അത്തരത്തിലുള്ള ദൗത്യം ഇനിയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഈ ജാമിയ സലഫിയക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.